നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കാണ്ട് ആദ്യം പോയി ടെസ്റ്റ് ചെയ്യ്. ചെല്ല്. ചെല്ല്. എനിക്ക് പേടിയാവും. ഇതൊക്കെ കാണിച്ചു വിടുമ്പോ നിനക്ക് ഈ പേടിയൊന്നും ഉണ്ടായില്ല അല്ലേ? നീ ഇത് അവനോട് പറഞ്ഞോ? നിന്നെയൊക്കെ നീ ഇവിടെ ടെൻഷൻ അടിച്ച് ചാവുമ്പോ അവൻ അവിടെ കിടന്ന് സുഖിക്കായിരിക്കും. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നീ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യ്. ചെല്ല്. ചെല്ല്. കരയല്ലേ? നീ ആദ്യം മരുന്ന് വിളിച്ചിട്ട് കാര്യം പറയും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന്. എടി ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചത്? നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരുന്നില്ലേ? നീ കറക്റ്റായിട്ട് തന്നെയാണോ ടെസ്റ്റ് ചെയ്തത്? എടാ, ചെക്ക് ചെയ്യുമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറയണം? നീ നിന്റെ വീട്ടുകാരെ അറിയിക്കേ, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. എടി അതൊന്നും ഇപ്പം പറ്റൂല. ഒന്നാമത് എനിക്ക് ജോലി പോലും സെറ്റായിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് കല്യാണം. അതിൻ്റെ ഉദ്ദേശം എന്താ? എന്തായാലും നമുക്കൊരു കയ്യബദ്ധം പറ്റി. ഇനിയിപ്പോൾ ആരും അറിയാം, നമുക്ക് അതിനെ ഒഴിവാക്കാം. എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ, അപ്പൊ ഈ കുഞ്ഞിനെ ഒഴിവാക്കണോ? ഒരുമിച്ച് ചെയ്യണ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീയേ ആദ്യം ഒരു ഡോക്ടറെ കാണാൻ നോക്ക്. അരുൺ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് എൻ്റെ കൂടെ ജീവിക്കണ്ടേ? അല്ല, ഡോക്ടറെ കാണാനാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പോവാം. എടി ഒരുമിച്ച് പോക്കാൻ നടക്കൊന്നുമില്ല. ആരെങ്കിലും കണ്ട സീനാവും. നീ വല്ല കൂട്ടുകാരെ വിളിച്ചോണ്ട് പോകാൻ നോക്കും. ഒഴിവാക്കാൻ നോക്കല്ലേ? ഈ കുഞ്ഞ് എന്നെ മാത്രമൊന്നും അല്ലല്ലോ. ഈ ഗർഭം എന്നുള്ള തല വയ്ക്കാനേ എന്നെ കൊണ്ടിപ്പം പറ്റിയൊന്നുമില്ല. നീ എന്തെങ്കിലും ചെയ്യും. ആ നാറി ഇത്രയും പറഞ്ഞിട്ട് നീ കൈയും കെട്ടി നോക്കിയെന്നാ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവന്റെ കൂടെ ഒന്നും നടക്കണ്ടാന്ന്. അവൻ കാര്യം കഴിയുമ്പോ പൊടിയും തട്ടി പോകുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കിനി ജീവിക്കണ്ട. ആ നീ ചാവ്. അവന്റെ പേരും എഴുതി വെക്ക്. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആലോചിക്കാം നമുക്ക്. നമുക്കൊരു ഡോക്ടറെ പോയി കണ്ടാലോ? ഈ ഡോക്ടർ കാണാതെ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്തെങ്കിലും കഴിച്ചു നോക്കിയാലോ? എടി അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. നീ മറ്റവനെ കാണാൻ പോയപ്പോ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. ഇതൊക്കെ നീ ടൂർ പോകുന്നതിന് മുന്നേ കഴിക്കണമായിരുന്നു. എടി, ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ പപ്പായ പൈനാപ്പിൾ എല്ലാം കഴിച്ചു നോക്കിയാലോ? അതൊക്കെ വെറും ഉടായിപ്പാടി. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? ഒന്നുമില്ലടാ. നാളത്തെ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതിയാ? ഇല്ല. നന്നായി, ഞാനും എഴുതിയില്ല. നിങ്ങൾ എഴുതല്ലേ? ഇവളുടെ മുഖം എന്തെങ്കിലും ഇരിക്കണേ? അവൾക്ക് വയ്യടാ, പീരീഡ്സാ.
ശരി, ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എടേ, ഞാൻ ഒരു കാര്യം പറയാം. കോളേജിലൊരു മനുഷ്യ കുഞ്ഞു പോലും ഇത് അറിയരുത്. മാനേജ്മെന്റ് അറിഞ്ഞാൽ അവർ ടീച്ച് തന്നു വിടും തന്നെ. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ചിലപ്പോൾ തെറ്റായ റിസൾട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കളം പറഞ്ഞ് ആ ഗൈനക്കിൻ്റെ നമ്പർ ഒപ്പിക്കാം. ഒന്ന് കൺഫേം ചെയ്യാലോ? ആര്യ, പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്. കുഞ്ഞിന് 5 to 6 വീക്സിൻ്റെ ഗ്രോത്ത് ഉണ്ട്. ഡോക്ടർക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ അറിയാമല്ലോ. ഞങ്ങളിപ്പോൾ ഫൈനൽ ഇയറിന് പഠിക്കുക. ഇത് പുറത്തെറിഞ്ഞ് ഇവളുടെ കരിയറും ഇവളുടെ ലൈഫും എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് നമുക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി. പക്ഷെ ആര്യയ്ക്ക് കല്യാണം ആവാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇല്ലീഗലാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞ ആര്യ, ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്ന കാരണം അമ്മയ്ക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെങ്കിലോ അല്ല ജീവന് തന്നെ ആപത്തുണ്ടാവുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റൂ. അതർവൈസ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവണം. അല്ലാതെ ഇപ്പോൾ ഞങ്ങളിനി എന്ത് ചെയ്യും ഡോക്ടർ? ആര്യ ഇപ്പം നടന്ന കാര്യമൊക്കെ പേരൻസിനോട് തുറന്ന് പറയണം. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നീ എന്ത് ധൈര്യത്തിലാണ് ഈ വീട്ടിൽ കയറി വന്നത്? കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി. നിന്റെ അമ്മ നിന്നെ പുറത്ത് പഠിക്കാൻ വിടണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിന്റെ ആഗ്രഹത്തിനൊപ്പം ഞാൻ കൂടെ നിന്നു. നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ നിന്നത്. എന്നിട്ടിപ്പോ നീ എന്ത് ചെയ്യൂടി? തൊലച്ചില്ലേടി? തൊലച്ചില്ലേ നിന്റെ ജീവിതം? ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിന്റെ കൂടെ ചെയ്തത്? നിന്നെ നേരെ വളർത്തിയതാ. എന്നിട്ട് അവള് കണ്ടവന്റെ കൂടെ ഇവിടെ നിന്നേക്ക മതി. ഇറങ്ങടി. നീ നിന്റെ കൊച്ചിനെ വളർത്തുക കൊല്ലുക എന്താ ചേച്ചി? അല്ല നിന്നെ വിട്ടിട്ട് പോയില്ല ഒരു നാറി അവന്റെ കാലിൽ പോയി പിടിക്കും. അവനും കയറ്റിയില്ലെങ്കിലേ നാട്ടിലിറങ്ങി തെണ്ട്. അപ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. ഇറങ്ങടി. നീ എവിടെ വേണമെങ്കിൽ തൊലഞ്ഞു പോയിക്കോ. എനിക്ക് നിന്നെ ഇനി കാണണ്ട. ഞാൻ ചത്തെന്നറിഞ്ഞാൽ പോലും ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. അത്രയെങ്കിലും എനിക്ക് വേണ്ടി നീ ചെയ്യും. ഓടി. ആര്യ, ആര്യ, എന്തു പറ്റി? എന്തെങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്നെ വീട്ടിൽ കൊണ്ടാക്കും. വീട്ടിൽ കൊണ്ടാക്കാനോ? നീ എന്താണ് ഈ പറയുന്നത്? എടാ, ഇന്ന് ശരിയാവൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മതി. എടി,
എന്ത് പാടുവിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൺവിൻസ് ചെയ്ത് റൂമിൽ സെറ്റ് ചെയ്യുന്നറിയാമോ? നീ വെറുതെ എൻ്റെ മൂഡ് കളയല്ലേ പ്ലീസ്. അതൊന്ന് കൊണ്ടാക്ക്, അല്ലെങ്കിൽ ഞാൻ പോവും. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് പോകണം. നാളെ കാണാൻ പറ്റുമോ? ഇതെന്ത് പുളിക്കണേ? എടേ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ഒന്നും നടന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അവളെ സ്വഭാവം മാറി. ഷേ, 1 വർഷം പുറകെ ആയിരുന്നു, ഒരു വിധത്തിലാണ് ഇന്ന് ചാടിച്ച് പുറത്തു കൊണ്ടുവന്നത്. ആദ്യം കളിയെ എല്ലാം സ്മൂത്തായിട്ട് പോവുമായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഇതൊക്കെ തെറ്റില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങി അങ്ങ് പൊക്കളഞ്ഞു. സാരമില്ലേ, നിനക്കത് വിധിയില്ലെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അപ്പം ഇനി ആ റൂം കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ. വെച്ചിട്ട് പോരാറുന്നു. നിന്നെക്കുറിച്ച് എന്നെ പറഞ്ഞാൽ മതിയില്ല. പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ഒരു പെൺകുട്ടി തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് അവളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. പലപ്പോഴും നമ്മുടെ പാരൻസ് നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പുറത്തൊക്കെ പഠിക്കാൻ വിടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കിട്ടുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യാതെ അവർ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഈ പ്രായത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ അതേസമയം ആ റിലേഷൻഷിപ്പ് എത്രമാത്രം ജെനുവനാണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത കൂടി നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. അല്ലാതെ തെറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചെന്ന് പെട്ടാൽ അത് നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ കരിയർ, എന്തിനാ നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കും. ഇനിയെങ്കിലും ഒരു പെൺകുട്ടിയും ഇത്തരം പ്രണയക്കെണികളിൽ വീഴാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ പെൺകുട്ടികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന